ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 13. അൽ ഖിയാം, നിസ്കാരത്തിൽ നൃത്തത്തെക്കുറിച്ച് പറയാം. നൃത്തം. فكان صلى الله عليه وسلم يقف فيها قائما في الفرض والتطوع اعتبارا بقوله تعالى وقوموا لله قانتين. البقرة 238. വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യഖിഫു, നിൽക്കുമായിരുന്നു, യഖിഫു ഫിഹാ ഖായിമൻ, അതായത് നിസ്കാരത്തിൽ നിന്ന് കൊണ്ട് നിർവഹിക്കുമായിരുന്നു. നിസ്കാരത്തിൽ നിന്ന് നിർവഹിക്കേണ്ട പ്രവർത്തികൾ നിന്ന് തന്നെ നിർവഹിക്കുമായിരുന്നു. ഫിൽ ഫർദി വത്തത്തവഴി, ഫർദ് നമസ്കാരത്തിലും 5 നേരത്തെ ഫർദ് നമസ്കാരത്തിലും വത്തത്തവഴി സുന്നത്ത് നമസ്കാരങ്ങളിലും. യത്തിമാരം ബി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം അനുസരിച്ചുകൊണ്ട് വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിന് നിന്ന് നിസ്കരിക്കുക. ഖാനിതീൻ, ഭയഭക്തിയുള്ളവരായിക്കൊണ്ട്. അപ്പോൾ പ്രാർത്ഥന നിർഭരായിക്കൊണ്ട്. അമ്മാ ഖിയാമുഹു ഫിൽ ഫർളി ഫഖദ് സബഖ ദിക്റു ബഅദിൽ അഹാദീസിൽ വാരിദ ഫി ദാലിക്. ഫർള് നമസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കുന്നത് അതിൽ വന്നിട്ടുള്ള ഹദീസുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. أما قيامه في التطوع ففيه حديث حفصة، حديث حفصة زوج النبي صلى الله عليه وسلم أنها قالت നഫിൽ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിർവഹിച്ചു എന്നതിനുള്ള തെളിവ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. അവർ പറയുന്നു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹതഹു ഖാഇദൻ ഖത്തു ഹത്താ കാന ഖബ്ല വഫാത്തിഹി ബിആമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതുവരെയെന്ന് ചോദിച്ചാൽ അവിടുത്തെ വഫാത്തിൻ്റെ 1 വർഷം മുമ്പ് വരെ. ഫക്കാൻ യുസല്ലി ഫി സുബ്ഹതിഹി ഖാഇദൻ. അപ്പോൾ അങ്ങനെ ആ 1 വർഷത്തിന് ഇടയ്ക്കുള്ള സമയത്ത് അവിടുത്തെ വഫാത്ത് അടുപ്പിച്ച് ഇങ്ങനെ രോഗമൊക്കെ ആകുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? സുന്നത്ത് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിച്ചിരുന്നു. യഖറഉ ബിസ്സൂറത്തി ഫയുറത്തിലുഹ, അങ്ങനെ നബി സൂറത്ത് നല്ല തർത്തീലായിട്ട് ഓതുമായിരുന്നു എന്ന്. ഇനി പറയുന്നത് വഫിൽ ആയത്ത് ദലീലുൻ അലാ ഫർദിയത്തിൽ ഖിയാമി ഫി സ്വലാത്തി അലൽ ഖാദിരി അലൈഹി, നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കാൻ നിർബന്ധമാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവ്, ആയത്തിൽ തെളിവുണ്ട്. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞതിൽ. കമാ യദുല്ലു അലാ ദാലിക്കൽ ആയത്തുൽ ലത്തി ബഅദഹ, അതിന് ശേഷമുള്ള ആയത്ത് തന്നെ അത് സൂചിപ്പിക്കുന്നത് പോലെ. ഫഇൻ ഖിഫ്തും ഫറിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ഭയചകിതരായി നിസ്കരിക്കുന്ന ഉള്ള അവസ്ഥയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ടോ വാഹനപ്പുറത്തോ നിസ്കരിക്കാം. ഫർദ് നിസ്കാരം തന്നെ. ഏത് ഭയചകിതരായുള്ള നിസ്കാരം? സ്വലാത്തുൽ ഖൗഫ്. സ്വലാത്തുൽ ഖൗഫ് പറഞ്ഞാൽ പ്രത്യേക നിസ്കാരമല്ല. അപ്പോൾ ശത്രുക്കൾ പിറകെ കൂടുന്നു, പക്ഷേ നിസ്കാരത്തിൻ്റെ സമയമാണ്. നിസ്കാരം ഫൗത്താവുകയും ചെയ്യും അപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ഓടിക്കൊണ്ട് നടന്നുകൊണ്ട് ഒക്കെ നിസ്കരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണ്ട? കൃത്യമായിട്ട് അതിൻ്റെ റുക്നുകൾ അതേപടി തന്നെ ആഹയത്തിൽ തന്നെ പാലിക്കണം എന്നില്ല. അപ്പോൾ റുക്കൂ സുജൂദ് ഒക്കെ ആണെങ്കിലും നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ എന്ത് വേണ്ട? ഒരിടത്ത് നിന്ന് കൊണ്ടാണല്ലോ നമ്മൾ ഖിയാം നിർവഹിച്ചുകൊണ്ടാണല്ലോ ഫാത്തിഹ ഓതുക. അപ്പോൾ അതൊന്നും വേണ്ട, നടന്നുകൊണ്ട് ഓടിക്കൊണ്ടും ഒക്കെ ചെയ്യാം എന്നതാണ്. വഖദ് നഖലൽ ഉലമാ ഇജ്മാഅൽ ഉമ്മത്തി അലാ ഹദാ, ഇതിന്മേൽ ഉമ്മത്തിൻ്റെ ഇജ്മാ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ നഖൽ ചെയ്ത് ഉദ്ധരിച്ചിരിക്കുന്നു. സവാഅൻ കാന ഇമാമൻ ഔ മഅ്മൂമൻ, ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും. വഖ്തലഫു ഫിൽ മഅ്മൂമി സ്വഹീഹി യുസല്ലി ഖാഇദൻ ഖൽഫ ഇമാമിൽ മരീദിൻ ലാ യസ്തതിഉൽ ഖിയാമ. എന്നാൽ എണീക്കാൻ പറ്റാത്ത രോഗിയായ ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കാമോ ആരോഗ്യമുള്ള മഅ്മൂമിന് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഖാലൽ ഖുർത്തുബി ഫി തഫ്സീർ, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഖുർത്തുബി പറയാണ്, ഫഅജാസത് ذلك طائفة من أهل العلم بل جمهورهم, പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം എന്നല്ല ഭൂരിപക്ഷവും അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് തെളിവ്. ഫിൽ ഇമാം, ഇമാമിൻ്റെ വിഷയത്തിൽ ഇദാ സ്വല്ല ജാലിസൻ ഫസ്വല്ലു ജുലൂസൻ അജ്മഊൻ, ഇമാം ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളും ഇരുന്ന് നിസ്കരിക്കുക. വഹാദാ ഹുവ സ്വഹീഹ് ഫിൽ മസ്അല, ഇതാണ് ആ മസ്അലയിൽ എന്താണ് ഏറ്റവും ശരിയായിട്ടുള്ള വീക്ഷണം എന്ത്. وأما القيام في النافلة فقد نقل النووي في شرح مسلم إجماع العلماء على جواز تركه مع القدرة عليه. ഇനി നഫ്ൽ നിസ്കാരം ആണെങ്കിൽ
കഴിവുള്ളതോടുകൂടി തന്നെ നിൽക്കാൻ കഴിവുള്ളതോടുകൂടി തന്നെ ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാ ഷറഹ് മുസ്ലിമിൽ നക്കൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. മുസ്തദില്ലം ബി സ്വലാത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫി സ്വലാത്തിൽ ലൈലി കമാ യുതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിച്ചത് തെളിവാക്കിയിട്ട് അത് തെളിവ് പിടിച്ചിട്ട്. അതേപോലെ വയദുല്ലു ലിദാലിക അയ്ളൻ സ്വലാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാഫില റാകിബൻ അല ദാബത്തി ദൂനൽ ഫരീള. അതേപോലെ വാഹനപ്പുറത്ത് നബി നിസ്കരിച്ചു, ഇരുന്നു കൊണ്ടല്ല വാഹനപ്പുറത്ത് നിസ്കരിക്കുക, മൃഗത്തിൻ്റെ പുറത്ത് നിസ്കരിക്കുമ്പോൾ. അപ്പോൾ നേരെ മറിച്ച് ഫർളിന് കൂടാതെ ഫർള് നിസ്കാരത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു, വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഖിബലയൊക്കെ പാലിച്ച് അതിൻ്റെ ശരിയായ ഹയ്യത്തിലാണ് നിർവഹിച്ചിരുന്നത് എന്നത്. ഇനി മെയിൻ കണ്ടന്റ് പറയുന്നത് അമ്മാ ഫി സഫരി, യാത്രയിൽ കാന യുസല്ലി അലാ റാഹിലത്തിഹി അന്നാഫില. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് നഫിൽ നിസ്കാരം നിർവഹിച്ചിരുന്നു, സുന്നത്ത് നിസ്കാരം. വസന്ന ലി ഉമ്മത്തിഹി യുസല്ലു ഫിൽ ഖൗഫി ഷദീദി അലാ അഖ്ദാമിഹിം ഔ റുക്ബാനൻ കമാ തഖദ്ദം. നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് മാതൃക കാണിച്ചിട്ടുണ്ട് എന്ന് ശക്തമായ ഭയമുള്ള അവസരത്തിൽ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനപ്പുറത്തോ ഒക്കെ നിസ്കരിക്കാം എന്നത്. വദാലിക ഖൗലുഹു തആല ഹാഫിളു അല സ്വലവാതി വസ്വലാത്തിൽ ഉസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിസ്കാരങ്ങളെ സൂക്ഷിക്കുക, വസ്വലാത്തിൽ ഉസ്താ നിസ്കാരത്തെയും സൂക്ഷിക്കുക എന്ന്. ഉസ്താ നിസ്കാരം പറഞ്ഞാൽ അസ്ർ നിസ്കാരം എന്നുള്ളതാണ് ശരിയായ തഫ്സീർ. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിന് നിന്ന് നിസ്കരിക്കുക ഖാനിതീങ്ങളായിക്കൊണ്ട് എന്ന്. ഫഇൻ ഖിഫ്തു എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ ഭാഗമാണ്, അത് അടുത്ത പേജിലുണ്ട് പറയാം. അപ്പോൾ ഇനി സ്വലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞാൽ ഹിയ സ്വലാത്തുൽ അസ്ർ അലൽ ഖൗലി സ്വഹീഹ്, ശരിയായ വീക്ഷണ പ്രകാരം അത് അസ്ർ നിസ്കാരമാണ് സ്വലാത്തുൽ ഉസ്താ. ഇന്ത ജംഹൂരിൽ ഉലമാക്കളിൽ ഭൂരിപക്ഷത്തിൻ്റെ വീക്ഷണത്തിൽ മിൻഹും അബൂ ഹനീഫ വസ്വാഹിബാഹു ലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ അഹ്സാബ് ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ഹനീഫ അതേപോലെ അദ്ദേഹത്തിൻ്റെ 2 സ്വാഹിബ് ശിഷ്യന്മാരായ അബൂ യൂസുഫ് മുഹമ്മദ് ഇവരുടെയൊക്കെ വീക്ഷണത്തിൽ റഹ്മഹുമുള്ള എന്താണ്, സ്വലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞാൽ സ്വലാത്തുൽ അസ്റാണ്. എന്താണ് നബിയുടെ ഹദീസ് യൗമുൽ അഹ്സാബിനെ പറ്റി? ഷഗ്ലൂന അനി സ്വലാത്തുൽ ഉസ്താ സ്വലാത്തുൽ അസ്ർ മല അല്ലാഹു ഖുബൂറഹും വബുയൂത്തഹും നാറ. അവർക്ക് ഞങ്ങളെ സ്വലാത്തുൽ ഉസ്താ സ്വലാത്തുൽ അസ്റിനെ തൊട്ട് ഷൊയിലാക്കി. ആ ശത്രുക്കൾ ഉണ്ടായത് കാരണം, യുദ്ധം കാരണം നിസ്കരിക്കാൻ പറ്റിയില്ല അസ്ർ. അപ്പോൾ അതേ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ച ഒരു സന്ദർഭമാണ്. അപ്പോൾ അവിടെ സ്വലാത്തുൽ ഉസ്താ എന്നുണ്ട്, സ്വലാത്തുൽ അസ്ർ എന്നാണ് അതേപ്പറ്റി നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അവരുടെ ഖബറുകളെയും അവരുടെ വീടുകളെയും അള്ളാഹു തീ കൊണ്ട് നിറക്കട്ടെ എന്ന്. റവാഹു ഷെയ്ഖാൻ, സഹീഹ് മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി പറയാൻ ഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമകും മാ ലം തകൂനു തഅലമൂൻ. ഇനി സ്വലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞാൽ ഖൽബ്, അവിടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഉസ്താ എന്ന് പറഞ്ഞാൽ മദ്യം എന്നാണ്. അപ്പോൾ അവിടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി എന്ന വീക്ഷണം അത് തെറ്റാണ് എന്നൊക്കെ സമർത്ഥിക്കുന്നുണ്ട് ആര്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി. ഇനി വസ്വല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദി മൗതിഹി ജാലിസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്ത് സംഭവിച്ച ആ രോഗത്തിൽ ഇരുന്ന് നമസ്കരിച്ചു എന്ന്. എന്താണ് സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഫ അബീ ബക്കർ ഖാഇദൻ ഫീ മറദിഹി അല്ലദീ മാത ഫീ. അവിടുന്ന് വഫാത്തായ ആ രോഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ ഇരുന്ന് നമസ്കരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി അതുപോലെ സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മർദിഹി ഖൽഫ അബീ ബക്കർ ഖാഇദൻ ഫീ സൗബിൻ മുതവശ്ശിഹം ബിഹി, വസ്ത്രം ഇങ്ങനെ മുതവശ്ശിഹായിട്ട് പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന്. ഫക്കാനത്ത് ആഖിറു സ്വലാത്തിൻ സ്വല്ലഹ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച അവസാനത്തെ നിസ്കാരമായിരുന്നു എന്ന് ഹസൻ സ്വഹിയായ റിപ്പോർട്ട് ആണ്.
ഇനി വേറൊരു ഹദീസ് كان رسول الله صلى الله عليه وسلم يصلي بالناس جالسا وأبو بكر قائما يقتدي أبو بكر بصلاة النبي صلى الله عليه وسلم ويقتدي الناس بصلاة أبي بكر. മറ്റൊരു റിപ്പോർട്ട് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് ഇരുന്ന് നിസ്കരിക്കുകയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് നിന്ന് നിസ്കരിക്കുകയായിരുന്നു എന്നാണ് അവിടെ റിപ്പോർട്ട്. ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് നിസ്കരിച്ചു. ഫഫി ഹാദിഹി റിവായത്തി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇമാമൻ ബിൽ ഖിലാഫിൽ ഊല. അപ്പോൾ ഇതിൽ എങ്ങനെയാണ്? ഒന്നാമത്തെ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇമാമാണ്. നേരത്തെ പറഞ്ഞെന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇമാമായിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂമായിട്ടും നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കുകയാണ് ഇമാമായിട്ട്. ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടർന്ന് നിസ്കരിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടർന്ന് ജനങ്ങൾ നിസ്കരിക്കുന്നു എന്നതാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്നു എന്നാണ് ഇവിടെ റിപ്പോർട്ട്. ഇനി ഫഫീഹ അന്നഹു കാന മുഖ്തദിയൻ. അപ്പോൾ നേരത്തെ റിപ്പോർട്ടിൽ നബി തുടർന്ന് നിസ്കരിക്കുകയാണ്, മഅ്മൂമാണ്. فقد اختلف العلماء في التوفيق بين الروايات على وجوه ذكرها الحافظ. ഇവിടെ പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസുകളെ കമ്പൈൻ ചെയ്യുന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹാഫിദ് ഇബ്ൻ ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഇത് പല കാരണങ്ങൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നു. അതിൽ ഒന്നാമത് ഔലഹ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ ഒരു വീക്ഷണം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൈനി ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ രണ്ട് നിസ്കാരം നിസ്കരിച്ചു. ഒരു റിപ്പോർട്ട് ഒരു നിസ്കാരം, മറ്റൊരു റിപ്പോർട്ട് മറ്റൊരു നിസ്കാരം. കാന ഫി ഇഹ്ദാഹുമാ മഅ്മൂമൻ. ഒന്നാമത്തതിൽ നബി മഅ്മൂമായിരുന്നു. വഫിൽ ഉഖ്റ ഇമാമൻ. രണ്ടാമത്തതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിരുന്നു എന്നതാണ്. ഇനി വസ്വല്ലാഹ കദാലിക മറത്തൻ ഉഖ്റ ഖബ്ല ഹാദി. ഇതിനു മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ നിസ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഹിയസ്തക വസല്ലന്നാസു വറാഅഹു ഖിയാമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ചപ്പോൾ നബി ഇരുന്ന് നിസ്കരിച്ചു, ജനങ്ങൾ പിറകിൽ നിന്ന് നിസ്കരിച്ചു. അങ്ങനെ നിന്ന് നിസ്കരിച്ച സമയത്ത് അത് വ്യക്തമായി പറയാണ് അശാറ ഇലൈഹിം അനിജ്ലിസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായിട്ട് ഇരുന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ സഹാബാക്കൾ നിന്ന് നിസ്കരിക്കുകയാണ് പിറകിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഫജലസു. അങ്ങനെ അവരിരുന്നു. ഫലമ്മ സറഫ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻകിത്തും ആനിഫൻ ലതഫ്അലൂന ഫി അല ഫാരിസ വറൂം. പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിന് സദൃശമാണെന്ന് അർത്ഥം. യഖൂമൂന അലാ മുലൂക്കിഹിം. അവരുടെ രാജാക്കന്മാർക്ക് വേണ്ടി അവർ നിൽക്കും. വഹം ഖുഊദുൻ. അവരിരിക്കെ, അതായത് രാജാക്കന്മാരിരിക്കും, ഇവരും നീക്കും, പ്രജകൾ എണീക്കും. ഫലാ തഫ്അലു. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇന്നമാ ജുഅലൽ ഇമാമു ലിയുതമ്മ ബിഹി. ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് തുടരപ്പെടാനാണ്. ഫഇദാ റകഅ ഫർകഉ. അപ്പോൾ ഇമാം റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക. വഇദാ റഫഅ ഫർഫഉ. ഇമാം എണീറ്റാൽ ഉയർന്നാൽ നിങ്ങളും ഉയരുക. വഇദാ സ്വല്ല ജാലിസൻ ഫസല്ലു ജുലൂസൻ അജ്മഊൻ. ഇമാം ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഇരുന്ന് നിസ്കരിക്കുക എന്ന്.